ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 51ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നമ്മൾ കഴിഞ്ഞ ഏതാനും സെഷനുകളായിട്ട് ഞാനൊരു യുവതിക്ക് കിട്ടിയ വിടുതലിൻ്റെ ചില വിശദാംശങ്ങൾ ഒന്നൊന്നായിട്ട് പങ്കുവെക്കുകയായിരുന്നല്ലോ. കുമ്പസാരത്തിലൂടെയാണ് ആ യുവതി വിടുതലിലേക്ക് കടന്നു വരാനായിട്ടുള്ള കെട്ടഴിയുന്ന മർമ്മപ്രധാനമായ സ്റ്റെപ്പ് വെക്കാൻ ഇടവന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ആ പെൺകുട്ടിയുടെ ഈ ഒരു വിടുതലിൻ്റെ ആത്മീയ പോരാട്ടത്തിൽ ഞാൻ അവിടെ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, വിടുതൽ പ്രാപിക്കണമെന്നുള്ള ആ യുവതിയുടെ വലിയ ആഗ്രഹമായിരുന്നു. അവളുടെ തീക്ഷ്ണമായ ആഗ്രഹം ഞാൻ സൂചിപ്പിച്ചല്ലോ. അവൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുമ്പസാരിക്കാൻ വരുന്നിടത്ത് പോലും ഞാൻ എന്ന് പറയാൻ നോക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്നിടത്ത് പോലും നാവ് അടങ്ങാതെ അവിടെ ഇങ്ങനെ സമയമെടുത്ത് നിൽക്കേണ്ടി വന്നിരുന്നു. അവൾ തൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ആ ധ്യാനം കഴിഞ്ഞ പ്രഭാതത്തിൽ സംസാരിച്ച് പറഞ്ഞ ഒരു കാര്യം, ഞാൻ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് അവിടെ ബന്ധത്തിൽ വന്ന ശേഷം പക്ഷെ പ്രാർത്ഥിക്കാൻ അവൾ പരിശ്രമിക്കുമായിരുന്നു. പക്ഷെ ഒരു ജപമാല ചൊല്ലാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ 1-2 മണിക്കൂറൊക്കെ എടുത്താലേ ഒരു ജപമാല ചൊല്ലാൻ പറ്റുമായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം നന്മ നിറഞ്ഞ മറിയുമേ എന്ന് ചൊല്ലാൻ വരുമ്പം നന്മ ഇങ്ങനെ അങ്ങോട്ട് പറ്റുന്നില്ല, ബ്ലോക്ക് ആവുകയാണ്. അങ്ങനെ അവൾ ഞെരുകയായിരുന്നു. പക്ഷേ അവൾ തീരുമാനമെടുത്ത് ഞാൻ ചൊല്ലും. 2 മണിക്കൂറൊക്കെ എടുത്ത് അവൾ ഒരു കൊന്ത ചൊല്ലിയിരുന്ന് അവൾ പറയുകയാണ്. ഇവിടെ വന്നതിന് ശേഷം അനുഭവം പറഞ്ഞു കഴിഞ്ഞപ്പോഴും അവൾ പറഞ്ഞ സ്തുതിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. ഇറങ്ങി ഓടാൻ തോന്നുമായിരുന്നു, ആ ചേട്ടനും അടിക്കാൻ തോന്നുമായിരുന്നു, കുമ്പസാരിക്കാൻ പരഭാഷ നോക്കിയിട്ട് എടുത്തടിച്ച് വീഴുന്നു, പറ്റുന്നില്ല. അങ്ങനെ എല്ലാം വരുന്നതിനിടയ്ക്കും അവൾ അതേപ്പറ്റി പറഞ്ഞത്, എനിക്കിതൊന്നും സാധിക്കുന്നില്ല, എല്ലാവരും നല്ല പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ തീരുമാനമെടുത്തു, ഞാനാണ് ഇതിനു വേണ്ടി ഏറ്റവും അധികമായിട്ട് പരിശ്രമിക്കേണ്ടത്, ഞാൻ എന്നോട് തന്നെ ബലം പ്രയോഗിക്കണം. അത് പറയണം. അതുകൊണ്ട് ഞാനൊരു ഉപവാസമെടുത്തു, നോയമ്പെടുത്തു. എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുന്ന കാണുമ്പം, വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന കാണുമ്പം ഞാൻ ഉപവാസം നോയമ്പെടുത്തിട്ട് എനിക്ക് വിശന്നിട്ട് മേല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം വന്നു. പക്ഷേ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇല്ല, നീ വേണം പൊരുതി കയറാൻ, നീ പൊരുതണം, നീ പിടിച്ചു നിൽക്കണം. അങ്ങനെ അവളോട് തന്നെ പറഞ്ഞുകൊണ്ടാണ് അവൾ ഈ പോരാട്ടത്തിലൂടെ ഇങ്ങനെ ആ നാളുകൾ കടന്നു പോയത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കോട്ട് എം പെക്ക് എന്ന പേരായ ഒരു സൈക്യാട്രിസ്റ്റ് അമേരിക്കയിൽ ജീവിച്ചിരുന്നത്. 2005 മരിക്കുന്നത്. കണക്റ്റിക്കട്ടിൽ ജീവിച്ചിരുന്നത്. ക്രൈസ്തവനായിരുന്നില്ല, മാംസം പൊങ്ങാത്ത ആളാണ്. പക്ഷെ അദ്ദേഹം തൻ്റെ പക്കലെത്തിയ ചില രോഗികളെ കൈകാര്യം ചെയ്ത് നോക്കിയപ്പം മരുന്ന് കൊടുത്തിട്ടും കൗൺസിലിംഗ് കൊടുത്തിട്ടും ഒരു തരത്തിലും മെച്ചമുണ്ടാകാത്ത, വളരെ വയലൻ്റായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ കാര്യം ശ്രദ്ധിച്ചപ്പം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പൈശാചിക ബാധ, ബഹിഷ്കരണ സംഭവം അതുമായിട്ട് ബന്ധം തോന്നി അദ്ദേഹം അതേപറ്റി കൂടെ പഠിച്ച് അച്ഛന്മാർ അന്വേഷിച്ചു. അങ്ങനെ അത് കിട്ടിയ വെളിച്ചം വെച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പേഷ്യൻസ് ചില വ്യക്തികളുടെ മേൽ ബഹിഷ്കരണ പ്രാർത്ഥന നടത്തി അവർക്ക് വലിയ മാറ്റം ഉണ്ടാകുന്നതായിട്ട് കണ്ട് അതേപ്പറ്റി അദ്ദേഹം തന്നെ ചില പുസ്തകങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. പീപ്പിൾ ഓഫ് ദ ലൈ, ഗ്ലിംസസ് ഓഫ് ദ ഡെവിൾ, അങ്ങനെയൊക്കെ. ഈ 1ാമത്തെ പ്രശ്നത്തിൽ അദ്ദേഹം ഇതേപ്പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വെല്ലുവിളിച്ചു, നിങ്ങൾ അമേരിക്കയിലെ കാലഘട്ടത്തിലുള്ള സൈക്യാട്രിസ്റ്റ് പിശാചിനെ കുറിച്ച് പറയുന്ന, പിശാചിനെ ബഹിഷ്കരിച്ച് സൗഖ്യം കൊടുത്ത് എന്താ ശുദ്ധ പോഷ്ടത നിങ്ങൾ പറയുന്നത്, അത് വാസ്തവമാണെങ്കിൽ നിങ്ങൾ ഗൗരവത്തോടെ പറയുന്നതെങ്കിൽ കൃത്യമായിട്ട് എഴുതാൻ പറഞ്ഞു. അതിന് ഉത്തരമായിട്ട് അദ്ദേഹം പിന്നീട് എഴുതിയ പുസ്തകമാണ് അവസാനത്തെ പുസ്തകം, ഗ്ലിംസസ് ഓഫ് ദ ഡെവിൾ. അതേപറ്റി അദ്ദേഹം ഇങ്ങനെ തൻ്റെ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അത് പങ്കുവെച്ചാൽ അദ്ദേഹം പറഞ്ഞ ഒരു നിരീക്ഷണം ഇങ്ങനെയാണ്: വിജയകരമായി പൂർത്തിയാക്കുന്ന ഏതൊരു ഡെലിവറൻസ് അനുഭവത്തിലും 4 ഭൂതോച്ചാടകരുണ്ട്, എക്സോസിസ്റ്റുകളുണ്ട്. ക്രമത്തിൽ 1ാമത്തെ എക്സോസിസ്റ്റ് എന്ന് പറയുന്നത് ആരാണോ പൈശാചിക പീഡയ്ക്ക് ഇരയായിരിക്കുന്ന ആ വ്യക്തി തന്നെയാണ്, അവനല്ലേ അവൾ. അദ്ദേഹം പറയാണ്, ഇത് വാക്കുകളുടെ കളിയല്ല, അവൻ്റെ അല്ലേ അവളുടെ ആഗ്രഹം, തീരുമാനം, പരിശ്രമം, അതേലാണ് ബാക്കിയെല്ലാം വിജയിക്കുക. അദ്ദേഹം പറയും, അതുകൊണ്ടാണ് 2000 വർഷമായിട്ട് ക്രൈസ്തവ സഭയിൽ മാംസം വാങ്ങാൻ വരുമ്പം വരുന്ന ആളോട് അങ്ങോട്ട് ചോദിക്കും 3 ചോദ്യങ്ങൾ. നീ ആഗ്രഹിക്കുന്നുണ്ടോ വിടുതൽ പ്രാപിക്കാൻ? നീ പാപവും പാപമാർഗവും പിശാചിൻ്റെ കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? നീ യേശുവിനെ വിശ്വസിച്ച് സ്വീകരിക്കാൻ തയ്യാറാണോ? ഇത് 3നും ആ വ്യക്തി ഉത്തരം കൊടുക്കണം. ആ ഉത്തരത്തേലാണ് ബാക്കി എല്ലാ കാര്യം മുന്നോട്ട് പോവുക. ഒരു വ്യക്തി തയ്യാറല്ല എങ്കിൽ ആർക്കും ചെയ്യാനില്ല. യൂദാസ്കറിയാത്ത 3 വർഷക്കാലം ഈശ്വര കൂടെ ജീവിച്ചു,
പിശാചിക്കണ ഒരു അധികാരം സ്വീകരിച്ച വ്യക്തി ആയിരുന്നിട്ട് പോലും അവസാനം സാത്താൻ വന്ന് കയറി. സാത്താൻ കയറുന്ന ഈശ്വര അടുത്തിരിക്കുമ്പോൾ അന്ത്യത്താഴ വേളയില്ല. പക്ഷെ ആ സാത്താൻ തടയാൻ ഈശോയ്ക്ക് സാധിക്കുന്നില്ല. കയറി സാത്താൻ ഇറക്കിവിടാൻ ഈശോയ്ക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് സാധിക്കാതെ പോയത്? യൂദാസ് തൻ്റെ മനസ്സുകൊണ്ട് ഈശോയുടെ സഹായം സ്വീകരിച്ചില്ല. തൻ്റെ മനസ്സുകൊണ്ട് സാത്താനെ സ്വീകരിച്ചു. അപ്പോൾ ഒരു വ്യക്തിയുടെ തീരുമാനം, കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായ ഒരു വ്യക്തിയുടെ സ്വതന്ത്ര മനസ്സ് എത്ര പ്രധാനപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ആ തീരുമാനം ഒരു വ്യക്തി എടുക്കാതെ ആർക്കും ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ 4 എക്സോസിസ്റ്റുകൾ ഒരുമിച്ച് വന്നെങ്കിലേ ഒരു വിടുതൽ അനുഭവം, എക്സോസിസം വിജയകരെ പൂർത്തിയാവുകയുള്ളൂ എന്ന് ഡോക്ടർ പറയുമ്പം ഒന്നാമത്തേത് ഈ വ്യക്തി തന്നെയാണ്. രണ്ടാമത്തെ ദൈവമാണ്. അദ്ദേഹം പറയാണ്, ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ, ദൈവം എപ്പോഴും സഹായിക്കാൻ തയ്യാറാണ്. എപ്പോഴും ദൈവം ഉണ്ട്. ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ദൈവത്തൊന്നും ചെയ്യാൻ പറ്റിയല്ല. മൂന്നാമത്തേത് ഒരു ടീമാണ്. കുറേ പേരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. ആ ടീമെന്ന് പറയുമ്പോൾ 2 ഭാഗമുണ്ടെന്ന് നിരീക്ഷിക്കാൻ പറ്റും. ഒന്ന്, ഈ പീഡയ്ക്ക് ഇരയായിരിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വമുള്ള ആരെങ്കിലുമൊക്കെ കൂടെ ആ വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിക്ക് ഒപ്പം നിൽക്കാനും പ്രാർത്ഥനയ്ക്ക് കൂട്ടിക്കൊണ്ട് വരാനും മുന്നോട്ട് ശ്രദ്ധിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരാളെങ്കിലും ഉണ്ടായിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പല കേസുകളിലും, ചുരുക്കം ചില കേസുകളിൽ ഒരു വ്യക്തി തന്നെ വന്ന് പ്രാപിച്ചു പോകുന്ന അനുഭവം കാണാൻ പറ്റും. എങ്കിലും പൊതുവെ അങ്ങനെയല്ല. ഈ രണ്ടാമത്തെ ഭാഗം ഈ ടീമിൻ്റെന്ന് പറയുന്നത് ശുശ്രൂഷ നയിക്കുന്ന ആളിനോട് ചേർന്നൊരു ഏതാനും പേരെ സഹായിക്കാൻ വേണം. പ്രാർത്ഥന വഴി മറ്റ് ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് ഈ വ്യക്തി വയലൻ്റായിട്ട് പെരുമാറുമ്പോൾ സ്വയം ഏർപ്പെടുത്താതെ മറ്റുള്ള ഉപദ്രവം ഉണ്ടാക്കാൻ സൂക്ഷിക്കുക. അങ്ങനെ ഒരു ടീമിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. ഇത് ഡോക്ടർ പറയുന്നത് മൂന്നാമത്തെ എക്സോസിഷൻ എന്ന് പറയുന്നത്. ഇത് നാലാമത്തേന്ന് പറയുന്നത് അദ്ദേഹം പറയുകയാണ്, ഏറ്റവും പ്രാധാന്യത്തിൽ കുറഞ്ഞത് പക്ഷേ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. സാധാരണഗതിയിൽ എല്ലാവരും വിചാരിക്കുന്ന പൊതുവച്ചാടകൻ, പിശാച് പിടുത്തക്കാരൻ ഇറക്കി വിടുന്ന വ്യക്തി എന്ന് സാധാരണ ചിന്തിക്കുമ്പം ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ അച്ഛൻ, ആ വ്യക്തി പിശാചിനെ ഇറക്കി വിടും എന്ന് പറയുമ്പം ഏത് വ്യക്തി ചിന്തിക്കുന്നു ആ വ്യക്തിക്ക് 4ാം സ്ഥാനമാണ് ഈ ഡോക്ടർ പറയുകയാണ്. കാരണം ഒരു വ്യക്തി ആഗ്രഹിച്ച് കടന്നു വരുന്നു, ദൈവം അവിടെയുണ്ട്, ഒരു ടീം, ഇത്രയും ഒത്തു വന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് അതിനെ ലീഡ് ചെയ്ത് ശുശ്രൂഷ നയിച്ച് വിജയത്തിൽ എത്തിക്കാൻ പറ്റുകയുള്ളൂ. ഈ വ്യക്തി വേണം. കാരണം ആ വ്യക്തിയാണ് ഒന്ന് ഈ സഹായിക്കേണ്ട വ്യക്തിയുടെ അവസ്ഥ അറിഞ്ഞ് വിവേകത്തോടെ കാര്യങ്ങൾ നീക്കേണ്ടത്. ദൈവത്തിൻ്റെ സഹായം കാതോർത്ത് പ്രാർത്ഥന വഴി ശക്തി സ്വീകരിച്ചുകൊണ്ട് ദൈവാത്മാവിൻ്റെ ഉള്ളുകൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം നൽകുന്ന നിവേശനങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് തീരുമാനത്ത് കൊണ്ടുപോകേണ്ടത്. ഈ ശുശ്രൂഷകർ ടീമായിട്ടുള്ളവരെല്ലാം ഗൈഡ് ചെയ്യേണ്ടത്, അതെല്ലാം ചെയ്യേണ്ട ഈ ഒരു വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിക്ക് 4ാം സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്കോട്ട് എം പെക്ക് എന്ന് പറഞ്ഞ ആ ഒരു സൈക്യാട്രിസ്റ്റ് ഏതാനും എക്സോസിസംസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതേക്കുറിച്ച് നടക്കുന്ന നിരീക്ഷണം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ലാത്തടത്ത് ആ വ്യക്തിക്ക് ഒരു വിടുതൽ നേടിക്കൊടുക്കാൻ ആർക്കും സാധിക്കില്ല. ഗബ്രിയേൽ അമർത്തച്ഛൻ, റോമാരൂപ എക്സോസിസ്റ്റ് വ്യക്തി, അദ്ദേഹം പറയുന്നുണ്ട്, ഏറ്റവും അധികമായിട്ട് പ്രാർത്ഥിക്കേണ്ട വ്യക്തി ഈ പീഡയ്ക്ക് ഇരയായിരിക്കുന്ന വ്യക്തിയാണ്. അതേസമയം ഏറ്റവും അധികമായിട്ട് പ്രാർത്ഥിക്കാൻ നിസ്സഹായത അനുഭവിക്കുന്ന വ്യക്തിയും അത് തന്നെയാണ്. അതതിൻ്റെ ഒരു നിസ്സഹായ ഒരു കോംപ്ലിക്കേഷൻ സിറ്റുവേഷൻ അതാണ്. എങ്കിൽ പോലും വ്യക്തിക്ക് ആഗ്രഹിക്കാൻ പറ്റും, അന്വേഷിക്കാൻ പറ്റും, വരാൻ പറ്റും, പരിശ്രമിക്കാൻ പറ്റും. പ്രാർത്ഥന എന്തുമാത്രം ആയെന്നുള്ളതല്ല. അങ്ങനെ വ്യക്തി ആഗ്രഹിച്ച് വന്നാൽ ആ വ്യക്തിക്ക് ദൈവം ശുശ്രൂഷകരെല്ലാം വഴി നേടിക്കൊടുക്കുന്നുള്ള ഉറപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഒന്നാമത് നമുക്ക് വലിയ ആഗ്രഹമുണ്ടായിരിക്കട്ടെ, സകലവിധ തിന്മയുടെ ദുസ്വാധീനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച ഒരു ജീവിതം എനിക്ക് വേണം. തിന്മ ഒരിക്കലും എന്നെ കീഴ്പ്പെടുത്താൻ സഹോദരിയുടെ വരരുത്. തമ്പുരാൻ മാത്രം എന്നെ നയിച്ചാൽ മതി. ദൈവത്തിൻ്റെ ആത്മാവിനെ നിറഞ്ഞു നിൽക്കണം. ഇത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് സൂക്ഷിക്കാം. തമ്പുരാൻ ബാക്കി ചെയ്തു കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.